നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. വിവിധ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇംഗ്ലീഷ് വൊക്കാബുലറി കോഴ്സിലെ ഇഡിയംസ് എന്ന വിഭാഗത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇപ്പോൾ ശൈലികൾ പാർട്ട് 1-ൽ നമ്മൾ 25 പ്രീവിയസ് പോയിന്റുകൾ പഠിച്ചിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 25 വേർഡുകളാണ്, PSC ചോദിച്ച 25 ശൈലികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, PSC ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ഓരോ PSC പരീക്ഷ എഴുതുന്നവരും മിനിമം ഈ പോയിന്റുകളെങ്കിലും ഈ ശൈലികൾ എന്ന ടോപ്പിക്കിൽ നിന്നും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് വൊക്കാബുലറി. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. ക്ലാസ്സുകൾ പുതിയതായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന പേരിൽ നമ്മൾ മുൻപ് ചെയ്ത ക്ലാസ് കൂടി കേട്ടിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേർഡ്, ഒന്നാമത്തത് ഹാൻഡ് ഇൻ ഗ്ലൗ. ആ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാവും. ഹാൻഡ് ഇൻ ഗ്ലൗ എന്ന് പറയുമ്പോൾ എന്താണ്? കയ്യിൽ ചേർന്ന് കിടക്കുന്നതാണ്. ഇൻ അസോസിയേഷൻ വിത്തിട്ടാണ്, മീൻസ് അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട്, അതാണ് അർത്ഥമാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഹാൻഡ് ഇൻ ഗ്ലൗ എന്ന ശൈലി എന്താണ്? ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത്. ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത്, ദാറ്റ് ഈസ് അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട്. അപ്പോൾ ഹാൻഡ് ഇൻ ഗ്ലൗ എന്താണ്? ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത്. രണ്ടാമത്തത് ഗെറ്റ് ഓൺ വൺസ് നെയർ. പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇറിറ്റേറ്റ്, നമ്മൾ ഒരാളെ ദേഷ്യം പിടിപ്പിക്കുക, അതാണ് ഗെറ്റ് ഓൺ വൺസ് നെർവ്സ്. ഇറിറ്റേറ്റ്, ദേഷ്യം പിടിപ്പിക്കുക എന്നൊരർത്ഥത്തിലാണ്. ഗെറ്റ് ഓൺ വൺസ് നെർവ്സ്, ഇറിറ്റേറ്റ്, ദേഷ്യം പിടിപ്പിക്കുക. ഇപ്പോൾ രണ്ട് വേർഡുകളാണ്. ഒന്ന് ഹാൻഡ് ഇൻ ഗ്ലൗ, ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത്. ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത്. രണ്ട് ഗെറ്റ് ഓൺ വൺസ് നെർവ്സ്, ദാറ്റ് ഈസ് ഇറിറ്റേറ്റ്, ദേഷ്യം പിടിപ്പിക്കുക. ദെൻ മൂന്നാമത്തത് ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വേർഡാണ്. നമ്മൾ പറയത്തില്ലേ, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കിടന്ന പാടുപെടുകയാണെന്ന്. ദാറ്റ് ഈസ് എന്താണ്? ടു കീപ് വൺസ് എക്സ്പെൻസസ് വിത്ത് വൺസ് ഇൻകം. അതായത് വരുമാനവും ചിലവും കൂട്ടിമുട്ടിക്കുക. നമ്മളെപ്പോഴും മലയാളത്തിൽ പറയുന്നതാണ്, ഞാൻ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ കിടന്ന പാടുപെടുകയാണെന്ന്. അതാണ് ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്, ടു കീപ് വൺസ് എക്സ്പെൻസസ് വിത്ത് വൺസ് ഇൻകം. ദെൻ നാലാമത്തത് ബ്രേക്ക് ദ ഐസ്. സ്ഥിരമായി ചോദിക്കുന്നതാണ്. ടു ബ്രേക്ക് സൈലൻസ്, നിശബ്ദത ഇല്ലാതാക്കുക അല്ലെങ്കിൽ നിശബ്ദ ഭഞ്ജിക്കുക എന്നൊരർത്ഥത്തിലാണ്. ബ്രേക്ക് ദ ഐസ്, ബ്രേക്ക് ദ ഐസ്, ടു ബ്രേക്ക് സൈലൻസ്. അപ്പോൾ രണ്ട് വേർഡുകൾ. മൂന്നാമത്തത് ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുക എന്നൊരർത്ഥത്തിലാണ്. അതേപോലെ നാലാമത്തത് ബ്രേക്ക് ദ ഐസ്, ടു ബ്രേക്ക് സൈലൻസ്, ടു ബ്രേക്ക് സൈലൻസ്. ദെൻ 5 ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. PSC സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സംതിങ് വിച്ച് കോസസ് ക്യൂറൽ, അതായത് കലഹത്തിനുള്ള കാരണം എന്നുള്ള അർത്ഥത്തിലാണ്. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, സംതിങ് വിച്ച് കോസസ് ക്യൂറൽ, ദാറ്റ് ഈസ് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, കലഹത്തിനുള്ള കാരണം. ഇത് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. വീണ്ടും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ശൈലിയാണ് അക്ലീസ് ഹീൽ. എ പേഴ്സൺസ് വീക്ക്നെസ്, ഒരു വ്യക്തിയുടെ ബലഹീനതയാണ് അക്ലീസ് ഹീൽ എന്ന് വിളിക്കുക. അക്ലീസ് ഹീൽ, എ പേഴ്സൺസ് വീക്ക്നെസ്, അക്ലീസ് ഹീൽ. സ്ഥിരമായി ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണത്. അക്ലീസ് ഹീൽ, എ പേഴ്സൺസ് വീക്ക്നെസ്, ഒരു വ്യക്തിയുടെ ബലഹീനതയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ദെൻ ഏഴാമത്തത് ഓൺ ദ കാർഡ്സ്. ഓൺ ദ കാർഡ്സ്, പ്രോബബിൾ, അതായത് സംഭവിക്കാൻ സാധ്യതയുള്ള എന്നൊരർത്ഥത്തിലാണ്. ഓൺ ദ കാർഡ്സ്, പ്രോബബിൾ, സംഭവിക്കാൻ സാധ്യതയുള്ള. ഓൺ ദ കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിൾ, സംഭവിക്കാൻ സാധ്യതയുള്ള. ഓൺ ദ കാർഡ്സ് എന്താണ്? പ്രോബബിൾ. ദെൻ 8 ഡോഗ്സ് ലൈഫ്. ഇതും ഏറ്റവും സിമ്പിളായിട്ട് പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. എ മിസറബിൾ ലൈഫ്, ദാറ്റ് ഈസ് ദുരിതപൂർണമായ ജീവിതം. അതാണ് ഡോഗ്സ് ലൈഫ് എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓൺ ദ കാർഡ്സ് എന്താണ്? പ്രോബബിൾ, സംഭവിക്കാൻ സാധ്യതയുള്ള. ഓൺ ദ കാർഡ്സ് പ്രോബബിൾ, സംഭവിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ ഡോഗ്സ് ലൈഫ് എന്താണ്? എ മിസറബിൾ ലൈഫ്, ദാറ്റ് ഈസ് ദുരിതപൂർണമായ ജീവിതം. ഡോഗ്സ് ലൈഫ്, എ മിസറബിൾ ലൈഫ്, ദുരിതപൂർണമായ ജീവിതം. ദെൻ 9 സ്ഥിരമായി ചോദിക്കുന്നതാണ് പാർ എക്സലൻസ്, എബവ് ഓൾ, എല്ലാത്തിനും ഉപരി. പാർ എക്സലൻസ്, എബവ് ഓൾ, എല്ലാത്തിനും ഉപരി എന്നൊരർത്ഥത്തിലാണ്. പാർ എക്സലൻസ്, എബവ് ഓൾ.
വീണ്ടും 10ാമത്തത് കീപ് ആൻ ഐ ഓൺ. അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വാസ് ടു പുട്ട് ഡൗൺ, അതായത് നിരീക്ഷിക്കുക. കീപ് ആൻ ഐ ഓൺ ഹിം എന്നൊക്കെ പറയുന്നതാണ് അവനെ നിരീക്ഷിക്കുന്ന അർത്ഥത്തിലാണ്. കീപ് ആൻ ഐ ഓൺ, നിരീക്ഷിക്കുക. അപ്പോൾ 9ാമത്തെ വേർഡ് ശ്രദ്ധിക്കുക. പാർ എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എബവ് ഓൾ. പാർ എക്സലൻസ് എബവ് ഓൾ. അതേപോലെ 10ാമത്തത് കീപ് ആൻ ഐ ഓൺ, ദാറ്റ് ഈസ് നിരീക്ഷിക്കുക എന്നൊരർത്ഥത്തിലാണ്. വീണ്ടും 11 സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബോൾ ഫ്രം ദ ബ്ലൂ, സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. വളരെ പെട്ടെന്ന് യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ്. എ ബോൾ ഫ്രം ദ ബ്ലൂ. എ ബോൾ ഫ്രം ദ ബ്ലൂ, സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. എ ബോൾ ഫ്രം ദ ബ്ലൂ, സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. എ ബോൾ ഫ്രം ദ ബ്ലൂ. ദെൻ 12ാമത്തത് സ്പൈക്ക് ആൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആൻഡ് ടൈഡി. നമ്മൾ വൃത്തിയും വെടിപ്പുമുള്ള എന്നൊരർത്ഥത്തിലാണ് സ്പൈക്ക് ആൻഡ് സ്പാൻ. ക്ലീൻ ആൻഡ് ടൈഡി, വൃത്തിയും വെടിപ്പുമുള്ള. സ്പൈക്ക് ആൻഡ് സ്പാൻ, ക്ലീൻ ആൻഡ് ടൈഡി. 11ാമത് എന്താണ്? എ ബോൾ ഫ്രം ദ ബ്ലൂ, സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അതേപോലെ സ്പൈക്ക് ആൻഡ് സ്പാൻ എന്താണ്? ക്ലീൻ ആൻഡ് ടൈഡി, നമ്മൾ വൃത്തിയും വെടിപ്പുമുള്ള എന്നൊരർത്ഥത്തിലാണിത് യൂസ് ചെയ്യുന്നത്. ദെൻ 13 ഏറ്റവും ഈസിയാണ്. റെഡ് ടേപ്പ്, ഒഫീഷ്യൽ ഡിലേ. നമ്മൾ പറയുന്നില്ല സർക്കാർ സംവിധാനങ്ങൾക്ക് ചുവപ്പ് നാടയിൽ, പല പദ്ധതികളും ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുകയാണ്. അത് ഒഫീഷ്യലായിട്ട് വരുന്ന ഡിലേ ആണ് റെഡ് ടേപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന റെഡ് ടേപ്പ്സ് ആണെന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒഫീഷ്യൽ ഡിലേ എന്നൊരർത്ഥത്തിലാണ് റെഡ് ടേപ്പ്. 13 റെഡ് ടേപ്പ്, ഒഫീഷ്യൽ ഡിലേ. ദെൻ 14 ഹോബ്സൺസ് ചോയ്സ്, നോ ചോയ്സ് അറ്റ് ഓൾ. മനസ്സിലായല്ലോ? പ്രത്യേകിച്ച് ഒരു ഓപ്ഷനും മുന്നിലില്ല എന്നൊരർത്ഥത്തിലാണ്. ഹോബ്സൺസ് ചോയ്സ്, നോ ചോയ്സ് അറ്റ് ഓൾ. 14ാമത്തത് ഹോബ്സൺസ് ചോയ്സ്, ദാറ്റ് മീൻസ് നോ ചോയ്സ് അറ്റ് ഓൾ. ആ ഒരു ശൈലി അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ടേപ്പ് എന്താണ്? ഒഫീഷ്യൽ ഡിലേ. റെഡ് ടേപ്പ്, ഒഫീഷ്യൽ ഡിലേ. അതേപോലെ 14 ഹോബ്സൺസ് ചോയ്സ്, നോ ചോയ്സ് അറ്റ് ഓൾ. നോ ചോയ്സ് അറ്റ് ഓൾ. ദെൻ 15 എ ഡാർക്ക് ഹോഴ്സ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും ന്യൂസിലൻഡ് കറുത്ത കുതിരകളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ശക്തി യഥാർത്ഥത്തിൽ ആർക്കും ഇതുവരെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പവർ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ശക്തി ഇതുവരെ അവർ വെളിയിൽ കാണിച്ചില്ല. ഈ ഒരു അർത്ഥമാണ് എ ഡാർക്ക് ഹോഴ്സ്. എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ ഓർ അൺനോൺ. പിടിയിട്ടല്ലോ? എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ ഓർ അൺനോൺ. അയാളുടെ കഴിവുകൾ ഒന്നെങ്കിൽ നമുക്കറിയില്ല, അല്ലെങ്കിൽ അത് ഇതുവരെ പ്രകടമാക്കാത്ത രീതിയിലുള്ളതാണ്. അത്രയ്ക്ക് കഴിവുണ്ടെന്ന അർത്ഥത്തിലാണ് എ ഡാർക്ക് ഹോഴ്സ്. നമ്മൾ പലരും പറയാറുണ്ട് ഐ എം എ ഡാർക്ക് ഹോഴ്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. നെക്സ്റ്റ് 16 ബ്രേക്ക് എ ലെഗ്. ശ്രദ്ധിക്കേണ്ട ഒരെണ്ണമാണ്, പെട്ടെന്ന് നമുക്കൊരു ശൈലി എന്ന രീതിയിൽ അർത്ഥം പിടികിട്ടാത്തതാണ്. ടു വിഷ് എ ഗുഡ് ലക്ക്, ഒരു ആശംസ അറിയിക്കുക എന്നൊരർത്ഥത്തിലാണ്. ബ്രേക്ക് എ ലെഗ്, ടു വിഷ് ഗുഡ് ലക്ക്. 16 ബ്രേക്ക് എ ലെഗ് എന്താണ്? ടു വിഷ് ഗുഡ് ലക്ക്. വീണ്ടും 17 വളരെ സിമ്പിളാണ്, നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്നതാണ്. നിപ്പ് ഇൻ ദ ബഡ്, നമ്മൾ മുളയിലേ നുള്ളുക എന്നൊരർത്ഥത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും മലയാളത്തിൽ സ്റ്റോപ്പ് സംതിങ് ബിഫോർ ഇറ്റ് ഹാസ് എ ചാൻസ് ടു ഡെവലപ്പ്. നമ്മൾ മലയാളത്തിൽ മുളയിലേ നുള്ളുക, നല്ല ശീലം അല്ല മോശം ശീലമൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും അത് മുളയിലേ നുള്ളുക, അല്ലെങ്കിൽ അവൻ്റെ നല്ലൊരു കഴിവിനെ മുളയിലേ നുള്ളി നശിപ്പിച്ചു എന്ന് പറയും. രണ്ട് രീതിയിൽ, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ്, രണ്ട് രീതിയിൽ യൂസ് ചെയ്യുന്നൊരു ശൈലിയാണ് അത്. നിപ്പ് ഇൻ ദ ബഡ്, ദാറ്റ് എന്താണ് ആ ശൈലിയുടെ അർത്ഥം? സ്റ്റോപ്പ് സംതിങ് ബിഫോർ ഇറ്റ് ഹാസ് എ ചാൻസ് ടു ഡെവലപ്പ്. സ്റ്റോപ്പ് സംതിങ് ബിഫോർ ഇറ്റ് ഹാസ് എ ചാൻസ് ടു ഡെവലപ്പ്. Then 18 tick and ting, to support in easy and difficult situations. കേട്ടില്ലോ? ഒരാളുടെ നല്ല അവസ്ഥയിലും മോശ അവസ്ഥയിലും അവരുടെ കൂടെ ഉണ്ടാവുക, അവരെ പിന്തുണയ്ക്കുക. അതാണ് ടിക്ക് ആൻഡ് ടിൻ എന്നുള്ളതിൻ്റെ ശൈലിയുടെ അർത്ഥം. ടിക്ക് ആൻഡ് ടിൻ, ടു സപ്പോർട്ട് ഇൻ ഈസി ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ടു സപ്പോർട്ട് ഇൻ ഈസി ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ടു സപ്പോർട്ട് ഇൻ ഈസി ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ 17 എന്താണ്? നിപ്പ് ഇൻ ദ ബഡ്, ദാറ്റ് ഈസ് സ്റ്റോപ്പ് സംതിങ് ബിഫോർ ഇറ്റ് ഹാസ് എ ചാൻസ് ടു ഡെവലപ്പ്. മുളയിലേ എന്നുള്ള അർത്ഥത്തിലാണ്. 18 ടിക്ക് ആൻഡ് ടിൻ, ടു സപ്പോർട്ട് ഇൻ ഈസി ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. മോശം അവസ്ഥയിലും നല്ല അവസ്ഥയിലും കൂടെ ഉണ്ടാകുക എന്നർത്ഥത്തിലാണ്. ദെൻ 19 പ്രോസ് ആൻഡ് കോൺസ്. പ്രോസ് ആൻഡ് കോൺസ്, റീസൺസ് ആൻഡ് സൊല്യൂഷൻസ്. ദാറ്റ് ഈസ് അനുകൂല പ്രതികൂല വാദമുഖങ്ങളാണ് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത്. റീസൺസ് ആൻഡ് സൊല്യൂഷൻസ്, അനുകൂല പ്രതികൂല വാദമുഖങ്ങൾ. പ്രോസ് ആൻഡ്
കോൺസ്, റീസൺസ് ആൻഡ് സൊല്യൂഷൻസ്. ദെൻ 20 സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. എ ബർക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞാൽ 13 ആണ്. നമ്മൾ ഡസൻ എന്ന് പറയുന്നത് 12 ആണ്, പക്ഷേ എ ബർക്കേഴ്സ് ഡസൻ എന്ന് പറയുന്ന ആ ശൈലിയുടെ അർത്ഥം എന്താണ്? 13, 13 എന്നാണ്. എ ബർക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത് എന്താണ്? 13. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണത്. ദെൻ 21 ഇൻ ഹൈ സ്പിരിറ്റ്, ചിയർഫുൾ, സന്തോഷത്തോടെ. നമ്മൾ ഹൈ സ്പിരിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് സ്പിരിറ്റ്, അതായത് സന്തോഷത്തോടുകൂടി നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അർത്ഥത്തിലാണ്. ഇൻ ഹൈ സ്പിരിറ്റ്, ചിയർഫുൾ, സന്തോഷത്തോടെ. ഇൻ ഹൈ സ്പിരിറ്റ് എന്ന ശൈലി എന്താണ് അർത്ഥമാക്കുന്നത്? ചിയർഫുൾ. ദെൻ 22 ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടത്തിലാകുക എന്നൊരു അർത്ഥമാണുള്ളത്. ബി ഇൻ ദ റെഡ്, മേക്കിംഗ് ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടത്തിലാകുക. ബി ഇൻ ദ റെഡ്, മേക്കിംഗ് ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടത്തിലാകുക. അപ്പോൾ ഇൻ ഹൈ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചിയർഫുൾ. ഇൻ ഹൈ സ്പിരിറ്റ്, ചിയർഫുൾ, സന്തോഷത്തോടെ. അതേപോലെ ബി ഇൻ ദ റെഡ്, മേക്കിംഗ് ഫിനാൻഷ്യൽ ലോസ്, മേക്കിംഗ് ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടത്തിൽ ആകുക. ദെൻ 23 ക്രോക്കഡൈൽ ടിയേഴ്സ്, നമ്മൾ അവൻ്റെ മുതലക്കണ്ണീർ എപ്പോഴും പറയുന്നതാണ്. ടിയേഴ്സ് ഓഫ് സോറോ ദാറ്റ് ആർ ഇൻസിൻസിയർ, നമ്മൾ മുതലക്കണ്ണീർ, ആത്മാർത്ഥതയില്ലാത്ത കരച്ചിൽ എന്നൊരർത്ഥത്തിൽ നമ്മൾ എപ്പോഴും പ്രയോഗിക്കും. മലയാളത്തിൽ തന്നെ നമ്മൾ പറയും മുതലക്കണ്ണീർ, ക്രോക്കഡൈൽ ടിയേഴ്സ്. ദെൻ 24 ടു ഗെറ്റ് എ വിൻഡ് ഫോൾ, ശ്രദ്ധിക്കണം, വെരി ഓഫൺ, തുടർച്ചയായി. ടു ഗെറ്റ് എ വിൻഡ് ഫോൾ എന്ന ശൈലി എന്താണ് അർത്ഥമാക്കുന്നത്? വെരി ഓഫൺ, തുടർച്ചയായി. ടു ഗെറ്റ് എ വിൻഡ് ഫോൾ, വെരി ഓഫൺ, തുടർച്ചയായി. ടു ഗെറ്റ് എ വിൻഡ് ഫോൾ, വെരി ഓഫൺ, തുടർച്ചയായി. ദെൻ 25 ക്രീം ഓഫ് ക്രോപ്പ്, ബെസ്റ്റ് ഓഫ് എനി ഗ്രൂപ്പ്, സമൂഹത്തിൽ ഏറ്റവും നല്ലത് എന്നൊരർത്ഥത്തിലാണ്. ക്രീം ഓഫ് ക്രോപ്പ്, ബെസ്റ്റ് ഓഫ് എനി ഗ്രൂപ്പ്, ബെസ്റ്റ് ഓഫ് എനി ഗ്രൂപ്പ്. അപ്പോൾ നമ്പർ 23 ക്രോക്കഡൈൽ ടിയേഴ്സ്, ടിയേഴ്സ് ഓഫ് സോറോ ദാറ്റ് ആർ ഇൻസിയർ, ക്രോക്കഡൈൽ ടിയേഴ്സ്, ടിയേഴ്സ് ഓഫ് സോറോ ദാറ്റ് ആർ ഇൻസിൻസിയർ. ദെൻ 24 ടു ഗെറ്റ് എ വിൻഡ് ഫോൾ, വെരി ഓഫൺ, തുടർച്ചയായി, വെരി ഓഫൺ, തുടർച്ചയായി. ദെൻ 25 ക്രീം ഓഫ് ക്രോപ്പ്, ക്രീം ഓഫ് ക്രോപ്പ്, ബെസ്റ്റ് ഓഫ് എനി ഗ്രൂപ്പ്, സമൂഹത്തിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 25 ശൈലികളും പൂർണ്ണമായും അർത്ഥം മനസ്സിലാക്കി തന്നെ റിവൈസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ 2 ക്ലാസ്സുകളാകുമ്പോൾ 50 എണ്ണം, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഏകദേശം 120ഓളം എണ്ണമാണ് വിവിധ വർഷങ്ങളിലെ PSC പരീക്ഷയിൽ ചോദിച്ചെന്ന രീതിയിൽ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിൽ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ആഴ്ചയിൽ ഓരോ ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ തരുന്നത്. അത് പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. കൃത്യമായി തന്നെ റിവൈസ് ചെയ്ത് എല്ലാവരും പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്